വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 6ാം ക്ലാസ്സിലെ പുതിയ CRT ചാപ്റ്ററാണ് കേട്ടോ. സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്നാണ്. ഓക്കെ, നമ്മളിതിനെ ബാക്കി 4 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ CRT ക്ലാസ്സുകളും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ PSC റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ടോപ്പിക് വൈസ് ആയിട്ടും സബ്ജക്റ്റ് വൈസ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണ്, ഉപകാരപ്രദമാവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും. ഇവിടെ നമുക്ക് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് അല്ലേ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകാരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് PSCയിൽ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള രാജ്യമാണ്. വടക്ക് മഞ്ഞുമൂടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരങ്ങൾ വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട് അല്ലേ. എണ്ണമറ്റ ഉത്സവങ്ങളുണ്ട്. സംഗീതത്തിൻ്റെയൊക്കെ നാടാണ് നമ്മുടെ. വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നുണ്ട് അല്ലേ. നൃത്തരൂപങ്ങൾ അല്ലേ, ഓരോ നൃത്തരൂപങ്ങളും ഓരോ എന്തെങ്കിലും കഥകൾ പറയുന്നുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങൾക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തകരുടെയും യോദ്ധാക്കളുടെയും ജീവിത കഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധം നാം പങ്കിടുന്നുണ്ട്. ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്താനുമുള്ള കഴിവിലാണ് ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏതാണ്? 1946 ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. പഠിച്ചു വയ്ക്കുക. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് അല്ലേ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇന്ത്യയെ കണ്ടെത്തൽ. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി അല്ലേ, ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മൾ വായിച്ചു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലേ. എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്? ഇതൊക്കെയാണ് ഭാഷ, വേഷം, പാരമ്പര്യം, പല നിറങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഉത്സവങ്ങളെക്കുറിച്ച്, സംഗീതം അല്ലേ, നൃത്തരൂപങ്ങൾ, വ്യത്യസ്ത കഥകൾ, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്നിവയൊക്കെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഭാഷ, വേഷം, പാരമ്പര്യം, പല നിറങ്ങൾ, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ഉത്സവങ്ങൾ, സംഗീതം, നൃത്തരൂപങ്ങൾ, വ്യത്യസ്ത കഥകൾ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഗാനത്തിലെ വരികൾ തന്നിട്ടുണ്ട്. മിലേ സുർ മേരാ തുമാരാ തോ സുർ ബനെ ഹമാരാ സുർക്കി നദിയാം ഹർ ദിശാസെ ബഹ്തേ സാഗർ മേ മിലേ. എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമായി എന്ന് പറയുന്ന ഒരു വരി തന്നിട്ടുണ്ട് അല്ലേ. കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി 1988 രചിക്കപ്പെട്ട മിലേ സുർ മേര എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഏതാനും വരികളാണിവ. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പ്രതിഫലിപ്പിക്കുന്ന വിവിധ ഭാഷകളിലെ വരികൾ കോർത്തിണക്കി തയ്യാറാക്കിയതാണ് ഈ ഗാനം. വിവിധ ഭാഷകളിലെ വരികൾ കോർത്തിണക്കി തയ്യാറാക്കിയതാണ് ഈ ഗാനം. വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ വ്യത്യസ്ത മനുഷ്യരും സംസ്കാരങ്ങളും ആശയങ്ങളും കൂടിച്ചേരുമ്പോൾ മനോഹരമായ ഒരുമയുണ്ടാകുന്നു എന്നതാണ് ഈ ഗാനത്തിൻ്റെ സന്ദേശം. അപ്പോൾ ഈ ഗാനത്തിൻ്റെ സന്ദേശം എന്താണ്? വ്യത്യസ്ത നദികൾ ഒറ്റ സമുദ്രത്തിൽ ലയിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ വ്യത്യസ്ത മനുഷ്യരും സംസ്കാരങ്ങളും ആശയങ്ങളും കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? മനോഹരമായ ഒരുമയുണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ഈ ഗാനത്തിൽ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്. ഈ ഐക്യം വ്യക്തിതലത്തിൽ മാത്രമല്ല സാമൂഹിക തലത്തിലും പ്രധാനമാണ്. ഇനി എൻ്റെ കേരളം സുന്ദര കേരളം, കേരള പിറവിയോടനുബന്ധിച്ച് തയ്യാറാക്കാൻ പറയുന്നുണ്ട് ബ്രോഷറൊക്കെ. രാജസ്ഥാനിൽ നിന്ന് തൊഴിലിനായി കേരളത്തിൽ വന്ന് സ്ഥിരതാമസമാക്കിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഋതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഋതി എന്ന് പറയുന്ന കുട്ടി രാജസ്ഥാനിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയുന്നത് നമുക്ക് വായിച്ച് നോക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങൾ? ഹരിയാലി തീജ് ആഘോഷിക്കാനാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നത്. ശ്രാവണ മാസത്തിലാണ്, കേരളത്തിൽ ചിങ്ങമാസമാണ് ഈ ശ്രാവണ മാസം, ഞങ്ങൾ തീജ് ആഘോഷിക്കാറുള്ളത്. കേരളത്തിൽ ഓണത്തിന് ഊഞ്ഞാൽ ഇടാറുണ്ടല്ലോ. തീജ് ആഘോഷത്തിന് ഞങ്ങളും ഇവിടെ ഊഞ്ഞാൽ ഇടാറുണ്ട്.
പുതുവസ്ത്രങ്ങൾ, മധുര പലഹാരങ്ങൾ, ബന്ധുവീടുകളിലേക്കുള്ള വിരുന്നുപോക്ക്, അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായുണ്ട്. അപ്പോൾ രാജസ്ഥാനിലേക്കില്ലേ ഈ കുട്ടിയുടെ നാട്ടിലേക്ക് പോയേക്കാണ് ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ. പക്ഷേ ഈ കുട്ടി പഠിക്കുന്നതും ഈ കുട്ടി താമസിക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ് അല്ലേ. തൊഴിലിനായിട്ട് കേരളത്തിൽ വന്ന ആൾക്കാരാണ്. അവരുടെ കുട്ടിയാണ് ഈ രീതി എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ അവർ രാജസ്ഥാനിലെ ഒരു ഉത്സവമാണ് തീജ് എന്ന് പറയുന്നത്. തീജ് ആഘോഷിക്കാനായിട്ട് പോയപ്പോൾ എഴുതിയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? ഓണത്തിനോട് സാമ്യമായിട്ടുള്ളൊരു ഉത്സവമാണ് എന്തെന്ന് പറയുന്നത് തീജ് അല്ലേ, ഹരിയാലി തീജ് എന്ന് പറയുന്ന. പുഷ്കർ മേളയും ഗജമേളയും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇത്തരം ആഘോഷവേളകളിൽ പുരുഷന്മാർ തലപ്പാവും കോട്ടുമാണ് ധരിക്കാറുള്ളത്. സ്ത്രീകൾ പാവാടയും ചോളിയും സാരിയും ധരിക്കാറുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ ഇനി നേരിട്ട് പറയാം. ഓണത്തിന് മുന്നേ ഞാൻ എങ്ങെത്തും. ഞങ്ങൾ പാകം ചെയ്ത അവിടുത്തെ സ്പെഷ്യൽ മധുര പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓണത്തോട് സാമ്യമുള്ള എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിലെ തീജ് ആഘോഷത്തിനുള്ളത്? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കേരളത്തിൽ ഓണം ആഘോഷിക്കുന്ന ചിങ്ങമാസത്തിലാണ് ഈ രാജസ്ഥാനിൽ ആഘോഷിക്കുന്നത്? തീജ് ആഘോഷിക്കുന്നത് അല്ലേ. ഓണത്തെ പോലെ ഊഞ്ഞാലാടെന്ന് പറയുന്നുണ്ട്, പുതുവസ്ത്രം ധരിക്കുന്നു പറയുന്നുണ്ട്, മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ബന്ധുവീടുകളിലൊക്കെ വിരുന്ന് പോകുന്നൊക്കെ ഈ തീജ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നത്? എന്താണ് വ്യത്യസ്തമായിട്ട് കണ്ടത്? നമ്മെ രാജസ്ഥാനിലെ ഉത്സവങ്ങൾ വർണ്ണാഭമായതും സംഗീതമയവും മരുഭൂമിയിലെ പാരമ്പര്യങ്ങൾ നിറഞ്ഞതാണ്. അവിടെ പുഷ്കർ മേള, ഗാനമേള എന്ന് പറയുന്ന തുടങ്ങിയ ആഘോഷങ്ങൾ എവിടെയുണ്ട്? രാജസ്ഥാനിലുണ്ട്. പുഷ്കർ മേള ഒക്കെ ഒന്ന് എടുത്ത് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പുഷ്കർ മേള എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതുപോലെ ആഘോഷവേളകളിൽ പുരുഷന്മാർ തലപ്പാവും കോട്ടും ധരിക്കുന്നുണ്ട്. സ്ത്രീകളോ പാവാടയും ചോളിയും, അതായത് ബ്ലൗസ് സാരിയും ധരിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. രാജസ്ഥാനിലെയും കേരളത്തിലെയും ഭക്ഷണം, വസ്ത്രം, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെ ചില സാമ്യങ്ങളും വ്യത്യാസങ്ങളും നാം പരിചയപ്പെട്ടല്ലോ. ഓരോ നാടിനും ഇത്തരത്തിൽ ധാരാളം സവിശേഷതകൾ കാണാൻ കഴിയും. നിങ്ങളുടെ പ്രദേശത്തെ ആഘോഷമൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. നോക്കി എൻ്റെ നാട്. എൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം, വേഷം, ഭാഷ, ആഘോഷം, വിനോദം, അതാണ് സ്മാരകം എന്നൊക്കെ നമ്മുടെ നാട്ടിനെ കുറിച്ചിട്ട് എഴുതാൻ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഭക്ഷണം, വേഷം, ഭാഷ തുടങ്ങിയവ ചേർന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഭക്ഷണം, വേഷം, ഭാഷ അല്ലേ. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം അല്ലേ. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അല്ലേ, പരമ്പരാഗതമായിട്ട് ലഭിക്കുന്നതാണ്. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും എന്ന് പറയാം സംസ്കാരം എന്ന് പറയാം. എല്ലാ നേട്ടങ്ങളെയും സംസ്കാരം എന്ന് പറയാം. ഇനി E.B. ടൈലർ ആരാണ്? E.B. ടൈലർ 1871 പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിലെ ആദ്യ വരികളിൽ സംസ്കാരത്തെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു: സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസ്കാരം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആരാണ് നിർവഹിച്ചിരിക്കുന്നത്? E.B. ടൈലറാണ് അല്ലേ. E.B. ടൈലറിൻ്റെ പുസ്തകം ഏതാണ്? പ്രിമിറ്റീവ് കൾച്ചറാണ്. പഠിച്ചു വയ്ക്കുക. പ്രിമിറ്റീവ് കൾച്ചർ എന്ന് പറയുന്നത് ആരുടേതാണ്? E.B. ടൈലറിൻ്റേതാണ്. പ്രിമിറ്റീവ് കൾച്ചർ ആരുടേതാണ്? E.B. ടൈലറിൻ്റേതാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത് അല്ലേ. സംസ്കാരം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു വയ്ക്കാൻ ആര് പറഞ്ഞാണ്? E.B. ടൈലറാണ് പറഞ്ഞത്. എന്നാണ്? ഏത് ബുക്കിലാണ് പറഞ്ഞിട്ടുള്ളത്? പ്രിമിറ്റീവ് കൾച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സംസ്കാരമാണ് മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അല്ലേ. സംസ്കാരമാണ് മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓരോ വ്യക്തിയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത്. സാമൂഹീകരണ പ്രക്രിയയിലൂടെയാണ് ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുന്നത്. അപ്പം എന്താണ് സാമൂഹീകരണം എന്ന് വെച്ചാൽ ഈ സമൂഹത്തിനെ കുറിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. 10ാം ക്ലാസ്സിൽ ഇപ്പോഴത്തെ പുതിയ SCERT 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ആ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും.
അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, സാമൂഹീകരണം എന്ന് വെച്ചെന്താണ്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത് അല്ലേ. സാമൂഹീകരണം എന്ന് വെച്ചാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണം, ഇടപെടണം എന്നൊക്കെ പഠിച്ചെടുക്കുന്നത് സാമൂഹീകരണം വഴിയാണ്. ഇത് ജനനം മുതൽ ആരംഭിച്ച ജീവിതകാലം മുഴുവൻ തുടരുന്നുണ്ട്. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങളൊക്കെ എന്താണ്? സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. കല, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം എന്നിവയെല്ലാം സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ്. ഇവയെല്ലാം മനുഷ്യനിർമ്മിതമല്ലേ? അതെ അല്ലേ. അതിനാലാണ് സംസ്കാരം മനുഷ്യനിർമ്മിതമാണെന്ന് കരുതുന്നത്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതരവുമായ ഘടകങ്ങളുണ്ട്. സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതരവുമായ ഘടകങ്ങളുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായവ ഭൗതിക സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ ഭൗതിക സംസ്കാരം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും, പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. അതായത് ഭക്ഷണം ആയിക്കോട്ടെ, വസ്ത്രം, വീട്ടുപകരണങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ലേ? ഇതിനെയാണ് എന്ന് പറയുന്നത് ഭൗതിക സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ പ്രകടമായി കാണാനാവാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ മുതലായവ ഭൗതികേതര സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ എന്താണ്? വിശ്വാസങ്ങൾ, ചിന്തകൾ, ആശയങ്ങളൊക്കെ എന്താണ്? ഭൗതികേതര സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ്. ഓക്കെ, ഇതൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഇല്ല. രൂപമില്ലാത്തതാണ് അല്ലേ വിശ്വാസങ്ങളും ചിന്തകളും ആശയങ്ങളും ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്ന് പഠിച്ചു? ഭൗതിക സംസ്കാരം പഠിച്ചു, ഭൗതികേതര സംസ്കാരവും പഠിച്ചു അല്ലേ. ഇവിടെ നമുക്ക് ഒരു കോളം നൽകിയിട്ടുണ്ടായിരുന്നു. ഭൗതിക സംസ്കാരം, ഭൗതികേതര സംസ്കാരം. ഈ കോളത്തിൽ നിന്ന് എടുത്തെഴുതാം അല്ലേ. മലയാളം എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമാണ്, ഭൗതികേതരമാണ്. മലയാളം എന്ന് പറയുന്നത് ഭൗതികേതര സംസ്കാരമാണ്. അപ്പോൾ ഭൗതിക സംസ്കാരങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു പോവുക? ഷർട്ട്, പുസ്തകം, പാത്രങ്ങൾ, വീട്, ബാഗ്, വാച്ച്, ഫോൺ, മൺവെട്ടി, കമ്പ്യൂട്ടർ, കുട, കാർ, പാദരക്ഷകളൊക്കെ എന്താണ്? നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അതായത് അതൊക്കെയാണ് ഭൗതിക സംസ്കാരം. ഭൗതികേതര സംസ്കാരം എന്ന് വെച്ചാൽ മലയാളം. അതുപോലെ തന്നെ എന്താണ് തന്നിട്ട്? മതവിശ്വാസങ്ങൾ, സ്നേഹം, ബഹുമാനം, പിന്നെ ജ്ഞാനം അല്ലേ, ജ്ഞാനം, പ്രാർത്ഥന, പാരമ്പര്യങ്ങൾ, ഗുരുഭക്തി, ധാർമ്മികത ഒക്കെ എന്താണ്? നമുക്ക് കാണാനായിട്ട് പറ്റാത്തതാണ്. അതായത് ഭൗതികേതരമാണ് അല്ലേ, ഭൗതികേതര സംസ്കാരമാണ്. ഇനി നോക്കി, ആശയപടം നിരീക്ഷിച്ച് സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഒന്ന് കുറിപ്പ് തയ്യാറാക്കാട്ടെ. ആഘോഷം, വിശ്വാസം, വേഷം, ഭക്ഷണം, പ്രതീകം, പെരുമാറ്റം, ആചാരം, കല, പാരമ്പര്യം, ഭാഷ ഒക്കെ ചേർന്നാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇപ്പോൾ ഭാഷ എങ്ങനെയാണ്? ഭാഷ എന്ന് പറയുന്ന ആളുകൾ അവരുടെ ഭാഷ പങ്കിടുന്നുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നു. അങ്ങനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഇടാൻ പറയൂലേ. ഓക്കെ, ലോകത്താകമാനം വൈവിധ്യമാർന്ന സമൂഹങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സംസ്കാരവും വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് അല്ലേ. അനേകം മത, ജാതി, ഗോത്ര വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ഓരോ വിഭാഗത്തിനും തനതായ പാരമ്പര്യവും സംസ്കാരവുമുണ്ട്. അതുപോലെ വൈവിധ്യമാർന്ന ഭാഷകളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഭാഷയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കറൻസി നോട്ട് എടുക്കുകയാണെങ്കിൽ എത്ര ഭാഷകളുണ്ട് നമ്മുടെ കറൻസി നോട്ടിൽ? 17 ഭാഷകളാണ് നമ്മുടെ കറൻസി നോട്ടിലുള്ളത്. 17 ഭാഷകളാണ്. നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? നമ്മുടെ ഭരണഘടനയിലുള്ളത് ഏതൊക്കെയാണ്? 15 ഭാഷകളാണ് അല്ലേ. നമ്മുടെ ഭരണഘടനയിൽ എത്ര ഭാഷകളാണ്? 22 ഭാഷകളാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത് കേട്ടോ. 15 ഭാഷകളെന്ന് ഉദ്ദേശിച്ചത്. കറൻസി നോട്ടുകളുടെ പിൻവശത്തുള്ള ഒരു ഭാഷാ പാനൽ ഉണ്ടായിരിക്കില്ലേ. ഈ ഭാഷാ പാനലിൽ അച്ചടിച്ചിരിക്കുന്നത് 15 ഭാഷകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കറൻസിയിൽ 17 ഭാഷകളാണുള്ളത്. ഹിന്ദിയും ഇംഗ്ലീഷും കൂടാതെ മറ്റ് 15 പ്രാദേശിക ഭാഷകളുണ്ട്. ഓക്കെ, ഹിന്ദിയും ഇംഗ്ലീഷും കൂടിയിട്ടാണ് 17 ഭാഷ പറയുന്നത്. ബാക്കി ഭാഷകൾ പ്രാദേശിക ഭാഷകളാണ് ഈ 15 എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭാഷകൾ നോട്ടുകളുടെ പിൻഭാഗത്ത് ഭാഷാ പാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കി നോക്കുക, നോട്ടൊക്കെ ബാക്കിലേക്ക് തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. നോക്കി നോക്കിയാൽ 15 ഭാഷകളാണുള്ളത്. ഹിന്ദിയും ഇംഗ്ലീഷും കൂടാതെയാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ് അറിയോ? ആസാമീസ്, ബംഗാളി, ഗുജറാത്ത്, കന്നഡ, കാശ്മീരി, കൊങ്കിണി, മലയാളം, മറാത്തി, നേപ്പാളി. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാമെന്നുണ്ടെങ്കിൽ പറ്റും അല്ലേ. നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു എന്നിവയൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്?
15 ഭാഷകളാണ്. ഈ 15 ഭാഷകൾ നമ്മുടെ കറൻസി നോട്ട് എടുത്ത് ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും ഈ 15 ഭാഷകൾ കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ചോദിക്കുകയാണെങ്കിൽ 17 കറൻസി ഭാഷകളാണ് ഉള്ളത്. കറൻസിയിൽ 17 ഭാഷകളാണ് ഉള്ളത്. ഇനി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് 22 ഭാഷകളാണ്. ഏതൊക്കെയാണ്? ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കിണി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സംസ്കൃതം, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു, ബോഡോ, സന്താലി, മൈഥിലി, ഡോഗ്രി എന്നീ ഭാഷകളൊക്കെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളാണ്. ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്ന സംസ്കാരങ്ങൾ വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഇത്തരത്തിൽ സംസ്കാരത്തിന് നിരവധി സവിശേഷതകളുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, സംസ്കാരം എന്ന് പറയുന്നത് പഠിച്ചെടുക്കുന്നതാണ്. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് ഓണം. നിങ്ങൾ വിദ്യാലയത്തിൽ ഓണം ആഘോഷിക്കാറുണ്ടല്ലോ. ഓണാഘോഷത്തിനായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളായിരിക്കും ചെയ്യുക? വീട് വൃത്തിയാക്കും, പൂക്കളം ഒരുക്കും, അതുപോലെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങും അല്ലേ, ഓണക്കൊടി വാങ്ങും അല്ലേ, ഊഞ്ഞാല് കിട്ടും, സദ്യ ഒരുക്കലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത്? എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും, സമൂഹത്തിൽ നിന്നൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. സംസ്കാരം ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നല്ല. കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവയുമായുള്ള ഇടപെടലുകളിലൂടെ നടക്കുന്ന സാമൂഹിക പ്രക്രിയ വഴി നാം ആർജിച്ചെടുക്കുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ല ജനിക്കുന്നത് അല്ലേ. പക്ഷെ ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. എവിടെ നിന്നൊക്കെ ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം? കുടുംബത്തിൽ നിന്നായിരിക്കാം, വിദ്യാലയത്തിൽ നിന്നായിരിക്കാം, കൂട്ടുകാർ വഴിയായിരിക്കാം, സമൂഹം വഴിയായിരിക്കും അല്ലേ. അങ്ങനെ ഇവ വഴിയുള്ള, അതായത് കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവയുമായുള്ള ഇടപെടലുകളിലൂടെ നടക്കുന്ന സാമൂഹീകരണ പ്രക്രിയ വഴി നാം ആർജിച്ചെടുക്കുന്നതാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? നാം എങ്ങനെയാണ് പഠിക്കുന്നത്? കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവിടങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതിനാണ് സ്വസംസ്കാരമാർജിക്കൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്വസംസ്കാരമാർജിക്കൽ എന്ന് പറഞ്ഞാൽ? എൻകൾച്ചറേഷൻ എന്ന് വെച്ചാൽ സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുക, അത് ശീലിക്കുക, അതിനെയാണെന്ന് പറയുന്നത് സ്വസംസ്കാരമാർജിക്കൽ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചെടുത്ത ചില സംസ്കാര രീതികൾ ഏതൊക്കെയാണ്? ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, തിരക്കേറിയ സ്ഥലങ്ങളിൽ ക്യൂ നിൽക്കണം അല്ലേ തിരക്കേറിയ സ്ഥലങ്ങളിൽ ക്യൂ പാലിക്കുന്നത്, അതുപോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, ബസ്സിൽ മുതിർന്നവർക്ക് സീറ്റ് ഒഴിഞ്ഞ് നൽകണം അല്ലേ. അതൊക്കെ എന്താണ്? നമ്മൾ പഠിച്ചെടുക്കുന്നതല്ലേ അല്ലേ, ചില സംസ്കാര രീതികളാണ് അല്ലേ. മറ്റുള്ളവരെ സഹായിക്കുക, നല്ല ഭക്ഷണശീലങ്ങളൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി സംസ്കാരം പങ്കുവെക്കുന്നതാണ്. വിദ്യാലയത്തിൽ നിങ്ങൾ കൂട്ടുകാർ ഒന്നിച്ചിരുന്നല്ലേ ഓണസദ്യ കഴിക്കാറുള്ളത്. അപ്പോൾ ഓണസദ്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഓണസദ്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അല്ലേ. അവിടെ ജാതി മതം ഉണ്ടോ? ഇല്ല. ഒരേ വിഭവങ്ങളും ഒരേ അഭിരുചികളും പങ്കിടും. ഭക്ഷണത്തിലൂടെ സംസ്കാരവും പാരമ്പര്യവും കൈമാറുന്നുണ്ട്. അതുപോലെ ഐക്യത്തിനെയും സാമൂഹിക പങ്കാളിത്തത്തിനെയും ബോധത്തെ വളർത്തുന്നുണ്ട്. ആളുകൾ ഒത്തുചേരുകയും സ്നേഹവും സൗഹൃദവും പങ്കിടുകയൊക്കെ ചെയ്യുന്നത് ഒക്കെ എന്താണ്? ഇവിടെ പങ്കുവെക്കലാണ് നടക്കുന്നത് അല്ലേ. ഓണസദ്യ എന്ന് പറയുന്നത് കേവലം ഭക്ഷണം മാത്രമാണോ? സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർ ഒത്തുചേരുന്ന അനുഭവം കൂടിയല്ലേ അല്ലേ. നിലത്തിരുന്ന് വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നത് പോലെയുള്ള പൊതു പാരമ്പര്യങ്ങൾ ഓണത്തിൻ്റെ ഭാഗമാണ്. അത് ഐക്യബോധവും സാമൂഹിക പങ്കാളിത്തവും വളർത്തുന്നു. ഭക്ഷണത്തിലൂടെയും ആഘോഷ ചടങ്ങുകളിലൂടെയും സംസ്കാരം കൂട്ടമായി സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യുന്നു. ഇപ്രകാരം സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സംസ്കാരം പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സംസ്കാരം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് എന്താണ്? സംസ്കാരം പ്രതീകാത്മകമാണ്. കൾച്ചർ ഈസ് സിംബോളിക്. നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന എന്തെല്ലാം പ്രതീകങ്ങൾ നിങ്ങൾക്കറിയാം? ഏതൊക്കെ പ്രതീകങ്ങൾ അറിയാം? ദേശീയ ഗാനമുണ്ട്, ദേശീയ ചിഹ്നം, ദേശീയ പതാക, ദേശീയ പക്ഷി, ദേശീയ മൃഗം എന്നിവയൊക്കെ എന്താണ്? നമ്മുടെ സംസ്കാരം, നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന പ്രതീകങ്ങളാണ് അല്ലേ. ചിത്രത്തിൽ നോക്കിയേ, കാണുന്നില്ലേ? എംബ്ലാണ് അല്ലേ, ഇത് എംബ്ലല്ലേ. ഇനി എന്താ പറയുന്നത്? ഇന്ത്യൻ ദേശീയതയുടെയും സംസ്കാരത്തിൻ്റെയും ചില പ്രതീകങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഫ്ലാഗ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മയിൽ എന്താണ്? ദേശീയ പക്ഷിയാണ് അല്ലേ. ദേശീയ ഗാനം, ദേശീയ പതാക, ദേശീയ ഭക്തിഗാനം എന്നിവ നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം ദേശീയതയാണ്. ദേശീയത ദേശസ്നേഹത്തെയും ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇതുപോലെ ഭാഷ,
ആംഗ്യങ്ങൾ, വസ്തുക്കൾ തുടങ്ങിയ പ്രതീകങ്ങൾ സംസ്കാരത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഈ പ്രതീകങ്ങൾ സംസ്കാരത്തെയും മൂല്യങ്ങളെയും പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, സംസ്കാരം ചലനാത്മകമാണ്. ആണോ? സംസ്കാരം ചലനാത്മകമാണ്. നമുക്ക് നോക്കാം. വിവാഹ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ കൊച്ചുമക്കളോടും കൂട്ടുകാരോടും മുത്തശ്ശി വിവാഹ ആഘോഷത്തിൽ വന്ന മാറ്റങ്ങൾ പറയുന്നുണ്ട്. എന്താണ് വിവാഹാഘോഷത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? എൻ്റെ ചെറുപ്പകാലത്ത് വിവാഹങ്ങൾ വളരെ ലളിതമായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടന്നത് വീട്ടുമുറ്റത്തൊരുക്കിയ പന്തലിൽ വെച്ചായിരുന്നു. അടുത്ത ബന്ധുക്കളെയും കുടുംബക്കാരെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ. എൻ്റെ ബന്ധുക്കൾ ചേർന്നാണ് ഭക്ഷണം പാചകം ചെയ്തത്. വിവാഹ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കുമായിരുന്നു അന്നത്തെ കാലത്ത് ശ്രദ്ധ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയാണ് വിവാഹം നടന്നിരുന്നത്? വീടുകളിൽ തന്നെയാണ്, ഭക്ഷണം പാചകം ചെയ്യുന്നവർ തന്നെയാണ്, അതുപോലെ തന്നെ കുടുംബക്കാരും ബന്ധുക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ വിവാഹ ചടങ്ങുകളും ആചാരങ്ങൾക്കൊക്കെ നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. എന്നാൽ ഇന്നെന്താണ് പറയുന്നത്? കൊച്ചുമകളുടെ വിവാഹം ഒരു ഉത്സവം തന്നെയായിരുന്നു. മനോഹരമായി അലങ്കരിച്ച അതിവിശാലമായ ഓഡിറ്റോറിയം, വേദിയിൽ നിറയെ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ഞങ്ങളുടെ കാലത്ത് വിവാഹത്തിന് ഒരൊറ്റ ദിവസത്തെ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നെന്താണ്? മഞ്ഞൾ കല്യാണം, മൈലാഞ്ചിടൽ തുടങ്ങി വിവാഹത്തിന് മുമ്പ് തന്നെ എന്തെല്ലാം പുതിയ ആഘോഷങ്ങളാണ്. വിവാഹത്തിൻ്റെ നടത്തിപ്പിലും തന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ്. ഇവൻ്റ് മാനേജ്മെൻറ്റ് സംഘമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നത്. പാചകത്തിനും ഭക്ഷണം വിളമ്പാനും പ്രത്യേക സംഘം തന്നെയുണ്ടായിരുന്നു. എനിക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിഭവങ്ങൾ സദ്യയിലുണ്ടായിരുന്നു. ലളിതമായ ചടങ്ങിൽ നിന്നും വിവാഹ രീതികൾ എത്രമാത്രം മാറിയിരിക്കുന്നു. അപ്പോൾ വിവാഹ രീതിയിൽ വന്നിട്ടുള്ള ആധുനിക പ്രവണതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സേവ് ദ ഡേറ്റ്, മെഹന്തി നൈറ്റ്, അതുപോലെ തന്നെ ഇതെന്താണ്? വിവാഹ ചടങ്ങുകളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് മുത്തശ്ശി സൂചിപ്പിച്ചില്ല. എന്തൊക്കെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? വിവാഹ സൽക്കാരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, വിവാഹ ക്ഷണക്കത്ത്, സേവ് ദ ഡേറ്റ്, ഹൽദി, മെഹന്തി, വീഡിയോഗ്രാഫി, വിവാഹ സൽക്കാരം, വിവാഹം വിരുന്ന്, വിവാഹം ചടങ്ങുകൾ, വിവാഹ വേദിയിലെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എന്നിങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന വിവാഹം ഒരു സാമൂഹിക കൂടിച്ചേരലാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആർഭാടങ്ങളുടെ ഭാഗമായി ധാരാളം പുതിയ തൊഴിൽ മേഖലകൾ വികസിച്ച് വന്നിട്ടുണ്ട് അല്ലേ? ഒട്ടേറെ പേർക്ക് അത് തൊഴിൽ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഗുണമുണ്ട് ദോഷമുണ്ടെന്ന് പറയുന്ന പോലെ അല്ലേ? ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ശരിയാണല്ലേ? ശരിയാണ്. വിവാഹം പോലുള്ള ചടങ്ങുകൾ ആർഭാടമായി നടത്തുന്നതിന് പകരം വളരെ ലളിതമായി നടത്തുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലളിതമായ ചടങ്ങിൽ നിന്ന് അതിസങ്കീർണവും ചെലവേറിയതുമായ ആഘോഷങ്ങളിലേക്ക് വിവാഹങ്ങൾ മാറിയിരിക്കുന്നു. എന്നിരുന്നാലും വിവാഹത്തിൻ്റെ ആചാരങ്ങൾ മാറ്റങ്ങളോടുകൂടി പിന്തുടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അല്ലേ? ഹിന്ദുസിലാണെന്നുണ്ടെങ്കിലും മുസ്ലിംസിലാണെന്നുണ്ടെങ്കിലും ആചാരങ്ങളൊക്കെ സെയിം ആയിട്ട് പിന്തുടരുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ സംസ്കാരം ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനികതയെയും ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ സംസ്കാരത്തിനെയൊക്കെ മുറുകെ പിടിക്കുന്നുണ്ട്, എന്നാലും മാറ്റങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? സംസ്കാരം സാമ്പ്രദായികമാണ്. കൾച്ചർ ഇസ് കസ്റ്റമർ. എന്താണ്? തെയ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ. തെയ്യം കെട്ടുന്നയാൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കുന്നുണ്ട്. വർഷത്തിലൊരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. ആധുനിക കാലത്തും നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സാംസ്കാരിക പൊലിമയും വിളിച്ചോതുന്ന ഗ്രാമ കാഴ്ചകളാണ്. അപ്പോൾ ആധുനിക കാലത്തും ഈ തെയ്യം നിലനിൽക്കുന്നുണ്ട് അല്ലേ? വടക്കൻ കേരളത്തിലെയാണ് കൂടുതലായിട്ട് തെയ്യം വരുന്നത്. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വൈവിധ്യമാർന്ന ചടങ്ങുകൾ തെയ്യത്തിനുണ്ട് അല്ലേ? തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ചിട്ട് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യ ചടങ്ങിനെയാണ് അടയാളം കൊടുക്കൽ എന്ന് പറയുന്നത്. തെയ്യത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട ചില സമ്പ്രദായങ്ങളെക്കുറിച്ച് വായിച്ചില്ലേ? എന്തൊക്കെയാണ് നമ്മൾ വായിച്ചത്? തെയ്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? തീയതി നിശ്ചയിക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ കോലം കെട്ടുമെന്ന് പറഞ്ഞു അല്ലേ? അടയാളം കൊടുക്കും, വ്രതം എടുക്കും എന്നൊക്കെ പറഞ്ഞു. തെയ്യം പോലുള്ള നിരവധി അനുഷ്ഠാന കലകൾ കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കണം. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിരവധി സാമ്പ്രദായിക രീതികൾ നിലനിൽക്കുന്നുണ്ട്. അവ പൂർവികരിൽ നിന്നും പുതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? എന്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? പടയണിയുടെ സംസ്കാരം
താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ സംസ്കാരത്തിന് ഏത് സവിശേഷതയുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തി ആശയപടം പൂർത്തിയാക്കാൻ പറയുന്നുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പടയണിയുടെ ചടങ്ങുകൾ. എന്താണ് പടയണിയുടെ ചടങ്ങുകൾ എന്ന് പറയുന്നത്? എന്താണ്? സാമ്പ്രദായികമാണ് അല്ലേ? സാമ്പ്രദായികമാണ്. ഇവൻറ്റ് മാനേജ്മെൻറ്റോ? ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചലനാത്മകമാണ് അല്ലേ? അത്തപ്പൂക്കളം എന്ന് പറയുന്നത് എന്താണ്? അത്തപ്പൂക്കളം എന്താണ്? പഠിച്ചെടുക്കുന്നതാണ് അല്ലേ? അത്തപ്പൂക്കളം പഠിച്ചെടുക്കുന്നതാണ്. സമാധാനത്തെ സൂചിപ്പിക്കുന്ന വെള്ള നിറം എന്താണ്? പ്രതീകാത്മകമാണ് അല്ലേ? പ്രതീകാത്മകമാണ്. കാണുന്നുണ്ട് ഇതൊക്കെ. ഇനി എന്താണ്? എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കും എന്ന് പറയുന്നതാണ് പങ്കുവെക്കുന്നതാണ് അല്ലേ? അപ്പം അതിനെക്കുറിച്ചിട്ട് അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് അതാണ് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സാംസ്കാരിക മാറ്റങ്ങൾ. സംസ്കാരം ചലനാത്മകമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ? എല്ലാ സമൂഹത്തിനും സംസ്കാരമുണ്ട്. സമൂഹത്തിലെ അംഗങ്ങളുടെ വഴികാട്ടിയാണ് സംസ്കാരം. സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ ഓരോ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. നമ്മുടെ ഭക്ഷണ രീതിയിലും വസ്ത്രധാരണത്തിലും കുടുംബ ബന്ധങ്ങളിലും വിദ്യാഭ്യാസത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതിനുദാഹരണമാണ്. ഭൗതികേതര സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിലുണ്ടാകുന്ന പരിവർത്തനത്തെയാണ് സാംസ്കാരിക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മറ്റ് സംസ്കാരങ്ങളുമായി സമ്പർക്കത്തിലാകുമ്പോഴാണ് ഈ സാംസ്കാരിക മാറ്റം മുഖ്യമായിട്ട് സംഭവിക്കുന്നത്. ഈ സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത് മൂന്ന് രീതിയിലുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് സാംസ്കാരിക വ്യാപനം, കൾച്ചറൽ ഡിഫ്യൂഷൻ. നോക്കിയേ, ഇവിടെ നമുക്ക് വിവിധ ഭക്ഷണ വിഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അൽഫാം ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? അൽഫാം, മന്തി, സൂപ്പ്, ദോശ, അപ്പം, നൂഡിൽസ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ. വിവിധ ഭക്ഷണ വിഭവങ്ങളുടെ മെനു നമുക്ക് ചിത്രത്തിൽ നൽകിയിട്ടുണ്ടല്ലോ. ഇവിടെ ഇതിൽ കേരളത്തിൻ്റെതല്ലാത്ത വിഭവങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിൻ്റെതല്ലാത്ത വിഭവങ്ങൾ? നോക്കിയേ, ഒന്ന് വായിച്ച് നോക്കിയേ, ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ അല്ലാത്തത് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? പനീർ ബട്ടർ മസാല ഒക്കെ എന്താണ്? പുറത്തുനിന്നാണ് അല്ലേ? സാൻഡ്വിച്ച് ആണെന്നുണ്ടെങ്കിലോ ഒക്കെ കുറേയൊക്കെ പുറത്തുനിന്നുള്ള ഡിഷസ് ഉണ്ട്, നമുക്ക് മനസ്സിലായി. കേരളത്തിലെ ഭക്ഷണ വിഭവങ്ങൾക്കൊപ്പം അന്യദേശങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ കൂടി നമ്മുടെ ഭക്ഷണ രീതിയിൽ കലർന്നതായിട്ട് കാണാം അല്ലേ? ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതിനെയാണ് സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത്. ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതിനെയാണ് എന്ന് പറയുന്നത് സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത്. വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് മിക്സ് നടക്കുന്നുണ്ട് അല്ലേ? നോക്കാം എങ്ങനെയാണ്. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരങ്ങളിലേക്കും തിരിച്ചും ഈ വ്യാപനം സംഭവിക്കാം. അതായത് നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, വേറെ സംസ്കാരങ്ങളാണ് വേറെ സംസ്കാരം നമ്മൾ എന്താണ് കൂട്ടിക്കലർത്തിയിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മുടെ ഭക്ഷണങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ? കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ സുലഭമായി ലഭിക്കാൻ തുടങ്ങിയതൊക്കെയാണ് പാനിപൂരി, പനീർ ടിക്ക, ദാൽ മഖാനി പോലെയുള്ള ഉദാഹരണങ്ങളാണ് കേട്ടോ. വസ്ത്രം, ഭാഷ, ആഘോഷം തുടങ്ങിയവയിലും മാറ്റങ്ങൾ പ്രകടമാണ്. ഇത്തരത്തിൽ വിവിധ സംസ്കാരങ്ങൾ സൗഹൃദപൂർവ്വം ഇടപഴകുമ്പോഴാണ് സാംസ്കാരിക വ്യാപനം സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാംസ്കാരിക വ്യാപനം നടന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? അന്യസംസ്കാരം ആർജിക്കൽ. എന്താണ് അന്യസംസ്കാരം ആർജിക്കൽ എന്ന് വെച്ചാൽ എന്താണ് അന്യസംസ്കാരം ആർജിക്കൽ? ഋതി സ്വന്തം നാട്ടിൽ തീജ ആഘോഷിച്ചതിനും ശേഷം നമ്മോടൊപ്പം ഓണം ആഘോഷിച്ചില്ലേ? അപ്പോൾ സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുന്നതിനാണ് പറയുന്നത് അന്യസംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഋതി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ പോയിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പ് അവിടെ പോയിട്ട് എന്താണ് രാജസ്ഥാനിൽ പോയിട്ട് തീജ ആഘോഷം ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ മറ്റൊരു സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് അന്യസംസ്കാരം ആർജിക്കൽ. മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്വാധീനത്താൽ സ്വന്തം സംസ്കാരത്തിൽ ഭാഗികമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേസമയം സ്വന്തം സംസ്കാരത്തിൻ്റെ പല ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ വേറൊരു സംസ്കാരം കടന്നു വരുമ്പോൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ സ്വന്തം സംസ്കാരത്തിലൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അത് അങ്ങനെ പാലിച്ചു വരുന്നുണ്ട് അല്ലേ? ഇനി സാംസ്കാരിക സ്വാംശീകരണം എന്താണ്? അസിമിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് 5 വർഷം മുമ്പ് കുടിയേറിയവരാണ് വിനുവും കുടുംബവും. അവിടെ സ്ഥിരതാമസമായി 4 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിച്ചു. ആദ്യകാലങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥ, ഭാഷ, സാമൂഹിക രീതികൾ, ഭക്ഷണ രീതികൾ എന്നിവയോട് പൊരുത്തപ്പെടാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. ക്രമേണ അവർ ഓസ്ട്രേലിയൻ സാംസ്കാരിക രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ ജീവിച്ച് വളർന്ന ആൾക്കാർ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ആദ്യം തന്നെ അവർക്ക് പൊരുത്തപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാനം പൊരുത്തപ്പെട്ടു അല്ലേ? അതിൻ്റെയാണെന്ന് പറയുന്നത് സ്വാംശീകരണം അല്ലേ എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് തൊഴിൽ സംബന്ധമായ എത്തിച്ചേർന്ന വിനുവിൻ്റെ അനുഭവം വായിച്ചില്ലേ?
അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടത്? അന്യ സംസ്കാരം ആർജിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നതിനായി അവിടുത്തെ ഭാഷ, ഭക്ഷണ രീതികൾ തുടങ്ങിയവ വിനുവിനെ പഠിച്ചെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ കേരളീയനായ വിനു ഓസ്ട്രേലിയയുടെ സംസ്കാരത്തിലേക്ക് മാറാൻ നിർബന്ധിതനായി. ഇത്തരത്തിൽ ഒരു ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്കും പ്രബല സംസ്കാരത്തിലേക്കും ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്ക് അവിടെ മാറിയിരിക്കുകയാണ് അല്ലേ. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത്. അങ്ങനെ ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് എന്ന് പറയുന്നത് സംസ്കാര സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇതിലൂടെ ഒരു സംസ്കാരത്തിൻ്റെ തനത് പ്രത്യേകതകൾ ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിൻ്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യുന്നു. ഇതിലൂടെ ഒരു സംസ്കാരത്തിൻ്റെ തനത് പ്രത്യേകതകൾ ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിൻ്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യുന്നു. ഓക്കെ, വ്യത്യസ്ത സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്ന സാംസ്കാരിക മാറ്റങ്ങളാണ് അന്യ സംസ്കാരം ആർജിക്കലും സാംസ്കാരിക സ്വാംശീകരണം എന്ന് പറയുന്നത്. വ്യത്യസ്ത സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്ന സാംസ്കാരിക മാറ്റങ്ങളെയാണ് അന്യ സംസ്കാരം ആർജിക്കലും സാംസ്കാരിക സ്വാംശീകരണം എന്ന് പറയുന്നത്. എന്നാൽ ഒരു പ്രബല സംസ്കാരവുമായി വ്യക്തികൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിൽ രണ്ട് വ്യത്യാസമാണ്. അതായത് ഹൃതിയുടെ കുടുംബം കേരളത്തിൽ താമസമാണെങ്കിലും അവരുടെ സ്വന്തം സംസ്കാര രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ പ്രബല സംസ്കാരവുമായി പൊരുത്തപ്പെട്ടു അല്ലേ. വ്യക്തികളോ സംഘങ്ങളോ തങ്ങളുടെ സ്വന്തം സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രബല സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതിനെയാണ് അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്ന് വെച്ചെന്താണ്? അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് വെച്ചെന്താണ്? സ്വന്തം സംസ്കാരം കൂടെ കൊണ്ടുപോരുന്നുണ്ട് അല്ലേ. വേറൊരു സംസ്കാരം പഠിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം സംസ്കാരം കൂടി കൊണ്ടുപോരുന്നുണ്ട്. വിനുവും കുടുംബവും സ്വന്തം സംസ്കാര രീതികളിൽ നിന്ന് മാറി ഓസ്ട്രേലിയയിലെ പ്രബല സംസ്കാര രീതികൾ സ്വാംശീകരിക്കുകയാണ് അവിടെ ചെയ്തത് അല്ലേ. അപ്പോൾ വ്യക്തികളോ സംഘങ്ങളോ പ്രബല സംസ്കാരത്തിലേക്ക് പൂർണ്ണമായും ആഗിരണം ചെയ്യുമ്പോൾ സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നു. വ്യക്തികളോ സംഘങ്ങളോ പ്രബല സംസ്കാരത്തിലേക്ക് പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നു. അന്യസംസ്കാരമാർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം, സാംസ്കാരിക വ്യാപനം എന്നിവ സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളെ സ്വാധീനത്താൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ബാഹ്യ ഘടകങ്ങളും സാംസ്കാരിക മാറ്റത്തിന് കാരണമാകാറുണ്ട്. സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം തുടങ്ങിയ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബാഹ്യ ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ടും കഴിഞ്ഞ് നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. സാംസ്കാരിക നവീകരണവും സാംസ്കാരിക മാറ്റവും നമുക്ക് നോക്കി വിവിധ തരം അടുപ്പുകളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. വിറകടുപ്പായിരുന്നു, പിന്നീട് മണ്ണടുപ്പായിട്ട് മാറി, പിന്നെ മണ്ണെണ്ണ അടുപ്പ് പ്രഷറായിട്ട് മാറി, പിന്നെ ഗ്യാസ് അടുപ്പായി, പിന്നെ ഇൻഡക്ഷൻ അടുപ്പായി, പിന്നെ എന്താണ് ഓവനായിട്ട് മാറിയില്ലേ. അപ്പോൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിവിധ ഇനം അടുപ്പുകളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ അടുപ്പുകളുടെ നിർമ്മാണത്തിലും പാചക രീതിയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ ഗണ്യമായി സ്വാധീനിച്ചു. സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കുന്ന വികാസങ്ങൾ സാംസ്കാരിക നവീകരണങ്ങൾക്ക് ഇടയാക്കുന്നു. ഇന്ന് ഭക്ഷണം വാങ്ങുന്നതിനായിട്ട് ഓൺലൈൻ സംവിധാനത്തെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി പാരിസ്ഥിതിക വ്യതിയാനങ്ങളും സാംസ്കാരിക മാറ്റങ്ങളും. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൽ പ്രതിഫലിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ. ഉരുൾപൊട്ടൽ, വരൾച്ച, പ്രളയം, ഉയരുന്ന സമുദ്ര ജലനിരപ്പ് തുടങ്ങിയവ ജനങ്ങൾക്ക് സ്വന്തം പ്രദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങൾ സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്നു. അപ്പോൾ ഏതൊക്കെയാണ് സാംസ്കാരിക മാറ്റങ്ങൾ? ആന്തരിക ഘടകങ്ങളുണ്ട്. സാംസ്കാരിക വ്യാപനം, അന്യസംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം ഒക്കെ എന്താണ്? ആന്തരിക ഘടകങ്ങളാണ് അല്ലേ. സാംസ്കാരിക വ്യാപനം നമ്മൾ പറഞ്ഞു അല്ലേ. അന്യസംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം നമ്മൾ പറഞ്ഞു. ബാഹ്യഘടകങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം എന്നിവയാണ്. നോക്കി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകുമെന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആന്തരിക ഘടകങ്ങളും ബാഹ്യ ഘടകങ്ങളും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ടൗൺഷിപ്പ് നൽകുന്നത് എന്താണ്? ബാഹ്യ ഘടകമാണ് അല്ലേ. ബാഹ്യ ഘടകങ്ങൾ ഏതാ വരിക? പാരിസ്ഥിതിക വ്യതിയാനമാണ് വരുന്നത്. ഇനി എല്ലാ BPL കുടുംബാംഗങ്ങൾക്കും അടുക്കള നവീകരണത്തിന് സർക്കാർ പദ്ധതി നൽകുമെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ അടുക്കള നവീകരണവുമായി ബന്ധപ്പെട്ട് ഏതാണ് വരുന്നത്? സാംസ്കാരിക നവീകരണമാണ് വരുന്നത്.
അല്ലേ? ഇവിടെ പ്രകൃതി ദുരന്തം പറയുന്നതാണ് പാരിസ്ഥിതിക വ്യതിയാനമാണെന്ന് പറഞ്ഞു. വാരി വിതറി മലയാളികളും ഹോളി ആഘോഷിച്ചു. നിറങ്ങൾ വാരി വിതറി മലയാളികളും ഹോളി ആഘോഷിച്ചു. അപ്പം എന്താ മലയാളികൾ ഹോളി ആഘോഷിച്ചു അല്ലേ? അപ്പോൾ അത് ആ ഒരു ആഘോഷം ഒന്ന് കൂട്ടിച്ചേർത്തു അല്ലേ ഇങ്ങോട്ട്. അപ്പോൾ എന്താ പറയുക, സാംസ്കാരിക വ്യാപനമാണ് വരുന്നത് അല്ലേ? ആ ഹോളി ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ? വിദേശ പൗരത്വം നേടുന്ന മലയാളികളുടെ എണ്ണത്തിൽ വർധനവ് സംഭവിച്ചു. അപ്പോൾ എന്താണ് വരുന്നത്, സാംസ്കാരിക സ്വാംശീകരണം അല്ലേ വരുന്നത്, സ്വാംശീകരണമാണ് വന്നത്. ഹോളിയും ഓണവും ഒരുപോലെ ആഘോഷിച്ച് അതിഥി തൊഴിലാളികൾ. അപ്പോൾ രണ്ടും അല്ലേ, ഹോളിയും ഓണം രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ആഘോഷിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്, അന്യ സംസ്കാരം ആർജിക്കലാണ്. മനുഷ്യജീവിതത്തിൻ്റെ ചലനാത്മകവും അവിഭാജ്യമായ ഘടകമാണ് സംസ്കാരം. സംസ്കാരം ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. വിവിധ സംസ്കാരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതിനെയാണ് സാമൂഹിക ജീവിതത്തിൻ്റെ സൗന്ദര്യം നന്മ എന്ന് പറയുന്നത്. അതിനാൽ വ്യത്യസ്ത സംസ്കാരങ്ങളോട് ബഹുമാനവും സഹിഷ്ണുതയും ഉണ്ടാക്കേണ്ടതും സാംസ്കാരിക ഐക്യം പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് നോക്കിയ 6ാമത്തെ ചാപ്റ്റർ ഏതാണ്, കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം.